നിയമസഭാ സമ്മേളനത്തിൻ്റെ ഓരോ ദിവസവും നിയമസഭയിൽ UDF കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. നിയമസഭയിൽ സത്യമേ പറയാനും പറ്റൂ, കള്ളം പറഞ്ഞാൽ കുടുങ്ങും. അതുകൊണ്ടാണ് UDF മന്ത്രിമാർ തന്നെ UDFന് തലവേദനയായി മാറുന്നത്. ഇന്നലെ PK ബഷീറായിരുന്നു. ഇന്നലെ മറ്റൊരു മന്ത്രി കൂടി ഒരു സത്യം വിളിച്ചു പറഞ്ഞു. പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല, പറയുന്നതിന് ഇടയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. മറ്റാരുമല്ല, മുസ്ലിം ലീഗ് മന്ത്രിയായ N ഷംസുദ്ദീൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കാം നമുക്ക് ആദ്യം. അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം, 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിൻ്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടത് എന്ന്. ഇങ്ങനെയായിരുന്നില്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് പറഞ്ഞത്? BJPയും CPMഉം തമ്മിൽ ഡീലുണ്ട്. കേരളം ഭരിക്കുന്നത് മുണ്ടുടുത്ത മോദിയാണ്. BJPയുടെ B ടീമാണ് കേരളം ഭരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിക്കുകയാണ്. വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടാന്തരം കയറി ഇറങ്ങി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പറഞ്ഞത് എന്തായിരുന്നു? അതിനെല്ലാം ഘടകവിരുദ്ധമായ നിലപാട് ഇന്ന് പറയേണ്ടി വന്നു മന്ത്രി N ഷംസുദ്ദീൻ. കേൾക്കാം ഒന്നുകൂടി. പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി പറഞ്ഞത്. ദേശാഭിമാനിയിൽ 1-ാം പേജിൽ വന്ന വാർത്തയുണ്ട്. കേരളത്തിൽ ലഭിക്കേണ്ട തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല. സിലബസ് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട്, അത് വിനിയോഗിക്കും. ഇപ്പോൾ എല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു. എന്താണോ V ശിവൻകുട്ടി പറഞ്ഞത് അത് തന്നെ N ഷംസുദ്ദീൻ പറയുന്നു. എന്ന് വെച്ചാൽ സത്യം പറയേണ്ടി വരുന്നു എന്നർത്ഥം. ഇത് വലിയ തിരിച്ചടിയാണ് UDFന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ പ്രചാരണത്തിൻ്റെ നേതാവ് അദ്ദേഹമായിരുന്നു ഈ കള്ളപ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിന് കൂടെ നമ്മുടെ മാധ്യമങ്ങളും കൂടി. പക്ഷേ ഒരു നാൾ സത്യം പുറത്തു വരും. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.